ഈ ഒരു വാർത്ത സത്യത്തിൽ നമ്മൾ കേരളീയരെ ഞെട്ടിക്കണം. പക്ഷേ ആരും ഞെട്ടുന്നില്ല. എന്താണെന്നല്ലേ, കേരളത്തിൽ ഓരോ മാസവും ശരാശരി 100 പുതിയ HIV രോഗികൾ ഉണ്ടാകുന്നു. ഇത് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പറയുന്നത്. ഈ റിപ്പോർട്ട് പറയുന്ന മറ്റൊരു ഭീകരമായ വസ്തുത 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരുടെ ഇടയിൽ HIV ബാധ കുത്തനെ കൂടുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് കേട്ടാൽ നമ്മൾ ഞെട്ടണം. പക്ഷേ കേരളം MLAയുടെ അവിഹിതം, ഗർഭം, ഗർഭചിത്രം ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സകലമാന ചാനലുകളും മാപ്രകളും ഈ ഇക്കിളി കഥകൾക്ക് പിന്നിലാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു പൊതുപ്രവർത്തകനാണ് എന്നതിനപ്പുറം മറ്റെല്ലാം അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അതിനപ്പുറം കേരളത്തിന് ദിവസങ്ങളോളം ചർച്ച ചെയ്യുവാൻ ഇതിൽ എന്താണുള്ളത്? 2022 മുതൽ ഓരോ വർഷവും 9%, 12%, 14% എന്ന രീതിയിൽ ക്രമാനുഗതമായി HIV ബാധിതരുടെ എണ്ണം ഉയരുകയാണ്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരുടെ ഇടയിൽ ഈ ഒരു എണ്ണം 15% മുകളിലേക്ക് ഉയർന്നു എന്ന് കേൾക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഭയാനകമെന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, അതിപ്പോഴും കേരളത്തിനും മനസ്സിലായിട്ടില്ല. നമ്പർ 1 പ്രബുദ്ധ കേരളം ഇപ്പോഴും വലിയ നിദ്രയിലാണ്. ഹൈ ക്വാളിറ്റി ആശുപത്രി സേവനങ്ങൾ, അതേപോലെ മികച്ച ആശുപത്രികളും ആതുര സേവനവും ഇതൊക്കെ പറഞ്ഞ് കേരളം നമ്പർ 1 ആണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടവും ഉദ്ഘോഷിക്കുന്ന പ്രബുദ്ധ കേരളത്തിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കഴിഞ്ഞ 3 വർഷത്തിൽ കേരളത്തിൽ ആകെ 4477 പുതിയ HIV കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 3393 പുരുഷന്മാരും 1065 സ്ത്രീകളും 19 ട്രാൻസ്ജെൻഡേഴ്സുമാണുള്ളത്. ഈ കണക്കിൽ 90 ഗർഭിണികളായ സ്ത്രീകളും ഉൾപ്പെടുന്നു. ഈ ഒരു കാലയളവിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. എറണാകുളം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 850 കേസുകളാണ്. തൊട്ടു താഴെ 555 കേസുകളുമായി തിരുവനന്തപുരം, അതിന് താഴെ 518 കേസുകളുമായി തൃശ്ശൂരും വന്നിരിക്കുന്നു. ഇവർക്ക് താഴെ 441 കേസുകളുമായി കോഴിക്കോട്, 371 കേസുകളുമായി പാലക്കാട്, 350 കേസുകളുമായി കോട്ടയവും പിന്നിലെത്തി നിൽക്കുന്നു. ഏറ്റവും കുറവ് കേസുകൾ വയനാട്ടിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, 67 കേസുകൾ. കേരളത്തിലേക്ക് അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളുടെ ഒരു മൈഗ്രേഷനും അതേപോലെ തന്നെ മലയാളികളുടെ അന്യ സംസ്ഥാനത്തിലേക്കുള്ള മൂവ്മെന്റും ഈ ഒരു സ്ഥിതിവിശേഷത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. കേരളത്തിൽ 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരിൽ HIV ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് അതീവ ഗൗരവകരമായ ഒരു വിഷയമാണ്. ആരോഗ്യവകുപ്പിൻ്റെയും എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ HIV ഇൻഫെക്ഷൻ കൂടുന്നത്? എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇതിന് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ലഹരി മരുന്നിന്റെ ഉപയോഗം, ഡ്രഗ് അബ്യൂസ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നത്. സിന്തറ്റിക് ലഹരി മരുന്നുകൾ, MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. ലഹരിയുടെ ലഹരിയിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് HIV പടരുവാൻ കാരണമാകുന്നു. ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സ്, സിറിഞ്ചുകൾ ഉപയോഗിച്ച് ലഹരി മരുന്ന് കുത്തിവെക്കുന്നവരിൽ ഒരേ സിറിഞ്ച് തന്നെ പലരും ഉപയോഗിക്കുന്നത് രോഗം എളുപ്പത്തിൽ പടരാൻ ഇടയാക്കുന്നു. HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമായി മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്ന സിറിഞ്ചും നീഡിലും ഷെയർ ചെയ്യുന്നതിലൂടെ HIV രോഗബാധ ഉണ്ടാകുന്നു. മറ്റൊന്ന്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം. കോണ്ടം പോലെയുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രവണത ഈ പ്രായക്കാരിലുണ്ട്. ഒന്നിലധികം പങ്കാളികളുമായുള്ള ലൈംഗിക ബന്ധവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു കാരണം അതിഥി തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള പെരുപ്പവും അവരുടെ മയക്കുമരുന്ന് ഉപയോഗവുമാണ്. ആരോഗ്യവകുപ്പിന്റെയും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും കണക്കുകൾ പ്രകാരം സ്വവർഗാനുരാഗികളായ പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണുന്നത്. അല്ലെങ്കിൽ HIV ബാധയുടെ തോത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായി കാണുന്നത്. ഇവരെ ഹൈ റിസ്ക് ഗ്രൂപ്പ് അഥവാ HIV വരുവാൻ കൂടുതൽ സാധ്യതയുള്ള വിഭാഗമായാണ് ആഗോളതലത്തിലും കേരളത്തിലും കണക്കാക്കുന്നത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, കോണ്ടത്തിന്റെ ഉപയോഗക്കുറവ്, അതേപോലെ കെംസെക്സ് എല്ലാം രോഗവ്യാപന സാധ്യത കൂട്ടുന്നുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ലഹരി മരുന്നിന്റെ ഉപയോഗം ഇവിടെയും വില്ലനാകുന്നുണ്ട്. ലൈംഗിക സുഖം വർദ്ധിപ്പിക്കുവാൻ ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് കെംസെക്സ്
ഒന്നിലധികം ആൾക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതി ചില ഇടങ്ങളിലെങ്കിലും വർദ്ധിച്ചു വരുന്നുണ്ട്. ലഹരിയുടെ സ്വാധീനത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുവാൻ ഇവർ മറന്നു പോകുന്നു. ഇതിനൊരു സാമൂഹ്യ സാഹചര്യം കൂടെയുണ്ട്. പലപ്പോഴും തങ്ങളുടെ ലൈംഗികത വെളിപ്പെടുത്തുവാൻ കഴിയാത്തത് കൊണ്ട് രഹസ്യമായ ബന്ധങ്ങളാണ് ഇവർ പുലർത്തുന്നത്. ഇത് കൃത്യമായ വൈദ്യ പരിശോധന നടത്തുന്നതിൽ നിന്നും ചികിത്സ തേടുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, സ്വവർഗാനുരാഗം എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് എയ്ഡ്സ് വരില്ല. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമാണ്, അൺസേഫ് സെക്സ് ആണ് രോഗം പരത്തുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കായി സർക്കാർ PrEP പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സൗജന്യമായി ഇപ്പോൾ നൽകുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുകയും കോണ്ടം ഉപയോഗിക്കുകയും ചെയ്താൽ രോഗവ്യാപനം പൂർണ്ണമായും തടയുവാൻ സാധിക്കും. വേറൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയും ഡേറ്റിംഗ് ആപ്പുകളും ഇപ്പോൾ സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുമൊക്കെ വ്യാപകമായതോടെ ഡേറ്റിംഗ് ആപ്പുകൾ വഴിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും അപരിചിതരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം കൂടിയിട്ടുണ്ട്. ഇത്തരം ബന്ധങ്ങളിൽ പലപ്പോഴും സുരക്ഷാ മുൻകരുതലുകൾ അവഗണിക്കപ്പെടുന്നു. മറ്റൊരു കാരണം ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. ലൈംഗികതയെക്കുറിച്ചും സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും ശാസ്ത്രീയമായ അറിവ് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. HIV കുറിച്ചുള്ള ഭയം പഴയ തലമുറയെ അപേക്ഷിച്ച് പുതിയ തലമുറയിൽ കുറവാണ് എന്നത് അശ്രദ്ധയ്ക്ക് കാരണമാകുന്നുണ്ട്. HIV വ്യാപനത്തിൽ ടാറ്റു സ്റ്റുഡിയോകളുടെ, പ്രത്യേകിച്ചും അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നവയുടെ പങ്ക് നിസ്സാരമല്ല. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ടാറ്റു സ്റ്റുഡിയോകൾ എങ്ങനെ അപകടകരമാകുന്നു? അണുവിമുക്തമാക്കാത്ത സൂചികൾ, ഇൻഫെക്റ്റഡ് നീഡിൽസ് ഒരു കാരണമാണ്. ചെലവ് ചുരുക്കുവാനായി ചില ടാറ്റു കേന്ദ്രങ്ങൾ ഒരാൾക്ക് ഉപയോഗിച്ച സൂചി തന്നെ അണുവിമുക്തമാക്കാതെ, സ്റ്റെറിലൈസ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നു. രക്തത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ ഇത് HIV, ഹെപ്പറ്റൈറ്റിസ് B, C എന്നിവ പകരുവാൻ കാരണമാകുന്നു. അതേപോലെ തന്നെ മഷിയുടെ ഉപയോഗം, ഇൻകണ്ടാമിനേഷൻ. സൂചി മാത്രമല്ല, ടാറ്റു സ്റ്റുഡിയോകളിൽ ഉപയോഗിക്കുന്ന മഷി ഉണ്ടല്ലോ, അതും മറ്റൊരു കാരണമാണ്. എങ്ങനെയെന്നല്ലേ, മഷി എടുക്കുന്ന ചെറിയ കപ്പുകളും ഓരോരുത്തർക്കും വെവ്വേറെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഒരേ പാത്രത്തിൽ നിന്ന് പലർക്കായി മഷി എടുക്കുമ്പോൾ സൂചി വഴി മഷിയിലേക്ക് രക്തം കലരുവാനും അതുവഴി രോഗം അടുത്ത ആളിലേക്കും പകരുവാൻ സാധ്യതയുണ്ട്. ഇത് പലർക്കും അറിയില്ല, ആരും ഇത് ശ്രദ്ധിക്കാറുമില്ല. മറ്റൊന്ന് കുറഞ്ഞ നിരക്കും ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളുമാണ്. 15 മുതൽ 24 വയസ്സിനിടയിലുള്ള വിദ്യാർത്ഥികളും യുവാക്കളും പലപ്പോഴും കുറഞ്ഞ നിരക്കിൽ ടാറ്റു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇതവരെ ലൈസൻസ് ഇല്ലാത്തതും ശുചിത്വമില്ലാത്തതുമായ അൺഹൈജീനിക് ആയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നുമാണ് പലർക്കും രോഗം പകരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ അറിവില്ലായ്മ ഒരു പ്രധാന കാരണമാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയോ സിറിഞ്ചിലൂടെയോ മാത്രമേ HIV പകരൂ എന്ന തെറ്റായ ധാരണ പലരിലും ഉണ്ട്. ടാറ്റു ചെയ്യുന്നതിലൂടെയും രോഗം വരാം. ഈ അവബോധം കുട്ടികളിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ടാറ്റു ചെയ്യുമ്പോൾ പുതിയ സൂചിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനവുമാണ്. അംഗീകൃതവും വൃത്തിയുള്ളതുമായ സ്ഥലങ്ങളിൽ നിന്നും മാത്രം ഇത്തരം സേവനങ്ങൾ സ്വീകരിക്കുക എന്നത് ഈ രോഗവ്യാപനം തടയുവാൻ അനിവാര്യമാണ്. രോഗനിർണയത്തിലെ കാലതാമസം, സാമൂഹികമായ ഒരു അപമാനം ഭയന്ന് പലരും രക്തപരിശോധന നടത്താൻ മടിക്കുന്നു. ഇത് രോഗം മറ്റുള്ളവരിലേക്ക് അൺനോയിങ്ലി തന്നെ പകർന്നു നൽകുവാൻ കാരണവുമാകുന്നു. ചുരുക്കത്തിൽ ലഹരിയുടെ അമിതമായ ഉപയോഗവും സുരക്ഷിതമല്ലാത്ത ലൈംഗിക രീതികളുമാണ് ഈ വർധനവിന് പിന്നിലെ പ്രധാന വില്ലന്മാർ. കലാലയങ്ങളും രക്ഷിതാക്കളും ജാഗ്രത പാലിക്കേണ്ടതും ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതും അനിവാര്യമാണ്. കോളേജുകളിലും സ്കൂളുകളിലും പ്രചാരണവും അവയർനെസ് കൊടുക്കുന്നതും ഒക്കെ അത്യാവശ്യമാണ്. പഴയ കാലമല്ല. അതുകൊണ്ട് അവബോധം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. വലിയൊരു സാമൂഹിക വിപത്താണ് നമ്മളെ ഇപ്പോൾ തുറിച്ചു നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും അധ്യാപകരും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നിർബന്ധമായും നടത്തേണ്ടതുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യവുമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.